അച്ചാമ്മേ അത്തക്കൾ എങ്ങനെയുണ്ട്? 10 മണിപ്പൂവും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കല്ലേ? ആ സൂപ്പറാണ്. 2 എടുത്ത് ചെവിയിലും വെക്ക്, അപ്പം അതിനേലും സൂപ്പറായിരിക്കും. ഓ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ, വെറുതെ ചോദിച്ചു. രാവിലെ 9 മണിയായപ്പോൾ എഴുന്നേറ്റ് അതിൻ്റെ ചൂട്ടിൽ കുത്തിയിരിക്കണം. വിലയൊന്നും എടുക്കണ്ടല്ല. അതുപോലെ മേനിയുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏത് കൊച്ചുങ്ങളാണെങ്കിലും അതൊന്നും വെക്കം വേഗം ചെയ്ത് വെച്ചും ഒന്ന് സഹായിക്കാൻ വരും. ഇവിടെ കറിക്കൊരു സാധനമില്ല. കടയിൽ പോകാൻ നോക്കും. ഞാനെന്തായാലും കടയിലൊന്നും പോകില്ല, മോളത് വിചാരിച്ചിരിക്കാൻ വേണ്ട. എന്നാൽ ഇന്നൊന്നും തിന്നുകയില്ല. വേണ്ട, ഞാനെന്തായാലും ഓണം വരെ പച്ചക്കറിയാ. അപ്പൊ അവിടെ വെണ്ടയ്ക്ക് ഇരിപ്പുണ്ട്, ഞാൻ അതിട്ട് കറി വെച്ച് കഴിച്ചു. പച്ചക്കറി കഴിക്കാൻ പറ്റാത്തവരൊക്കെ വേറെ എന്തെങ്കിലും പോയി വാങ്ങിച്ചു. ഞാനെന്തായാലും വാങ്ങിക്കാലോ. എന്നാലേ ഇനി ഓണത്തിന് മാത്രം ആക്കണ്ട പച്ചക്കറി, ഇനി അങ്ങോട്ട് എപ്പോഴും പച്ചക്കറി തന്നെ ആക്കാം. മതി, എനിക്ക് സന്തോഷമുള്ളൂ. ആ ശരി. ഇനി കുറെ പുല്ലൊക്കെ പുഴുങ്ങി തിന്നാൻ കിട്ടും. അച്ചാമ്മേ, ആ ചാമ്മയുടെ കോഴിവലമ്പ് എനിക്ക് തരുവാ. എൻ്റെ പൂവേരം തൊട്ട് പോരും പറഞ്ഞേക്കാം. പൂര് കോഴിയാ. കുറച്ച് റെസ്റ്റ് എടുക്കാം. എൻ്റെ കുഴപ്പം അങ്ങനെ എടുത്തങ്ങനെ ശരിയാക്കിയാണ്. എന്തിനാണ് കൊച്ചേ ഈ വെയിലത്ത് തൂത്തിരിക്കണ എന്നെ കാണിക്കാനായിട്ട്? ഇല്ല കസേര എടുത്തില്ല, തണൽ തൂത്തി ചെല്ലി. എന്നാൽ കസേര തണൽ തന്നിട്ടോ. വലിയ പണിക്കാർ വന്നു. പണിയെടുക്കാൻ കഴിയില്ലാത്ത എൻ്റെ അടവും കൊണ്ടിരിക്കും. എൻ്റെ കത്തിങ്ങിട്ട് തന്നെ. അയ്യോ അതെനിക്ക് പൂവരിയാനുള്ള അരിഞ്ഞത്രയും മതി. ആ പൂവെല്ലാം കരിഞ്ഞ് ഒന്നാന്തരം പൂവായിരുന്നു. കൊച്ചാമ്മക്ക് പിലോപ്പ് മാന്തി പൊളിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് കത്തിന്ന കാര്യത്തിന്. എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൂച്ച മാന്തിയ പോലെ ഇരിക്കണം. ഓ ഉണ്ടല്ല. അവിടെയൊക്കെ രാവിലെ ഞാൻ അടിച്ചതാണ്. ഇനി അവിടെയൊക്കെ അടിക്കാൻ നിൽക്കണ്ട. അതല്ല ചാമ്മ, ഇവിടെ അത്തക്കളിട്ട് ബാക്കി കുറെ എല്ലാം വന്നിട്ട് ഭയങ്കര വൃത്തിയായിട്ട് അത് ഞാൻ അടിച്ചോളാം. അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. മെന വരാനാണെങ്കിൽ അതെല്ലാം അടിച്ചു തൂരക്കാം. എന്താ 2 എണ്ണം? എനിക്കത് പോരെ. ഒന്ന് ഉച്ചക്ക് വന്ന് രാത്രിയിലെത്തക്കും. എന്താ ഗുളികേ? അതെന്തെങ്കിലും ആകട്ടെ. എനിക്ക് പച്ചക്കറി മതിയല്ല. ആ വെണ്ടക്ക അവിടെ ഇരിപ്പുണ്ട്, ചെന്നിട്ട് അരിഞ്ഞു വെക്കാൻ ഞാൻ വാട്ടിത്തരാം. ഇന്നച്ചാമ്മ എന്തായാലും കഴിച്ചോ, നാളെ തൊട്ട് എന്തായാലും കഴിക്കാൻ പറ്റിയല്ലോ. നാളെ എന്തായാലും വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലിലായിരിക്കുമല്ല, അപ്പൊ പിന്നെ ഞാൻ തിന്നേണ്ടി വരില്ല. ചമ്മക്കാണ്ട് തിന്നാനും പറ്റിയല്ലേ. ആ വയറ്റിളക്കം വരാതിരിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം. നിന്റെ കൊതിയല്ലേ, ഇപ്പം നേരത്തെ ചെയ്തിട്ട് ഞാൻ കഴിക്കൂ. അച്ചാമ്മ അന്ന് ഉണ്ടാക്കിയ പോലെ തേങ്ങ കൂത്തിട്ട് ഉണ്ടാക്കാട്ടെ നമുക്കിത്. അതെ, അങ്ങ് പൊതിച്ചെടുക്കണം. അതാ പാലെടുത്തിട്ടുണ്ട് കുത്തിയാ മതിയല്ലോ. ആര് കുത്തും? ഞാൻ കുത്തും. ഞാൻ കുത്തിഞ്ഞ് അതും ഞാൻ കുത്തണമെന്ന്. തേങ്ങ ഇങ്ങോട്ട് തന്നേടി. ഇത് തേങ്ങ ഇരിക്കണം. ഇതെന്തായാലും പട്ടി കടിച്ച പോലൊക്കെ ഇരിക്കണത്. ഇപ്പൊ കറക്റ്റായി.
എടി ഇല്ല നിന്റെ അത്തക്കളയിലെ പൂച്ചക്കാർ നശിപ്പിക്കും. ഓ ഈ പൂച്ചനെ കൊണ്ട് അതിൻ്റെലോ ആട്ടെ അച്ചാമ്മയുടെ പൂച്ചയല്ലേ അത്ര വിവരം ഉണ്ടാകുള്ളൂ. ഓ ഒരു വിവരമുള്ള ഒരാള് കോളേജിൽ പോണതുകൊണ്ടാണ് വിവരം എന്നാണ് ഭയങ്കര. കോളേജിൽ പോയത് കൊണ്ട് കാര്യമില്ല, ചുറ്റുവട്ടം കൂടിയൊക്കെ ഒന്ന് നോക്കണം എങ്കിലേ വിവരവും അറിവൊക്കെ കിട്ടുള്ളൂ. ആ പൂച്ചേനെയാണ് വിട്ടിരുന്നെങ്കിൽ എനിക്കൊരു സഹായം ഉണ്ടായേനെ. എന്നാലും കാര്യം ചേച്ചാമ്മ, ഇവിടുത്തെ പട്ടിനെയും പൂച്ചനെയും കൊണ്ട് കോളേജിൽ വിടും, ഞാൻ ഇവിടെ നിൽക്കാം. അതൊരു നല്ല കാര്യമായിരുന്നു. പിന്നെ നീ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ നേരം വെളുത്തപ്പോൾ ഇല്ലാത്തക്കളത്തിൻ്റെ അടുത്ത് ഇരുന്ന പോലെ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ? അതിൻ്റെ ആവശ്യമില്ല. അതുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്ന് കണ്ട നീ തേങ്ങാ വെയിലത്തിട്ടിട്ട് എത്ര പ്രാവശ്യമാണ് ആ കാക്കേനെ ഓടിച്ചത്. പൂച്ച അങ്ങോട്ട് ചെല്ലണം കാണുമ്പോൾ തന്നെ കാക്ക പറന്നോടിക്കും. അത് കറക്റ്റാ. അച്ചാമ്മനെ കാണുമ്പോൾ നാട്ടുകാരോടാറില്ലേ, അതുപോലെ പൂച്ചനെ കാണുമ്പോൾ കാക്കയെ ഓർമ്മ, അത്രേ ഉള്ളൂ. എടി ആ തക്കാളി എടുത്തടി. കിങ്ങിണി നിന്നെ വിളിക്കണ ആ തക്കാളി എടുത്ത് കൊടുക്കാൻ. തിന്നാൻ നേരത്ത് ഞാൻ കിങ്ങിണീനെ വിളിക്കുള്ളൂ. വിളിക്കണ്ട, ഞാൻ എടുത്ത് കഴിച്ചേക്കാം. ഇങ്ങനെ വാടി ചോറ് തിന്ന. എല്ലാരും വിളിച്ചു, ഞാൻ കിങ്ങിണി മോളേന്ന് വിളിച്ചു. ആ കിങ്ങിണി മോള് വരും. അച്ഛമ്മയുടെ ചെരുപ്പ് എടുത്തോണ്ട് കിഴക്കായിട്ട് പോയിട്ടുണ്ട്, പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ. ഓ ഈ നശീലം പിടിച്ച പൂച്ച. അയ്യോ കിങ്ങിണി വാവ ഇല്ലേ ഇപ്പൊ? അവസാനം ഞാൻ ഇളക്കാൻ കളി സൂപ്പറായിട്ടുണ്ട്. അല്ലേലും നീ ഇളക്കാൻ പണ്ടേ സൂപ്പറാണെന്ന് എനിക്കറിയാം. അല്ലേ ഇപ്പൊ കാണായിരുന്നു. അച്ഛമ്മ അങ്ങോട്ട് പോയില്ലേ, അടി പിടിച്ചിരുന്നേനെ. അവസാനം രണ്ട് ഇളക്കിളക്കിയപ്പോ ക്രെഡിറ്റ് നിനക്ക്. അല്ലോ ചോറിനാൻ വന്നിട്ട് ഇങ്ങനെ വരട്ടെ, എൻ്റെ ചെരുപ്പ് കാണാനില്ല.